അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ട് സ്പ്രിംഗ് ഓനിയൻ ഉള്ളിത്തണ്ട് വെച്ച് നമുക്ക് നല്ല ടേസ്റ്റിയായിട്ട് ഒരു തോര ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ പലരും ഇപ്പോൾ ഫ്രൈഡ് റൈസ് ഇടാൻ മാത്രമാണ് സ്പ്രിംഗ് ഓനിയൻ യൂസ് ചെയ്യല്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് നല്ല ടേസ്റ്റിയിൽ നമുക്ക് ചോറിന് കൂട്ടാൻ ഒരു തോര ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇവിടെ സ്പ്രിംഗ് ഓനിയൻ നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് ഓനിയന് കുറച്ച് വേവ് കൂടുതലാണ്, അപ്പം കൂടുതലും നൈസായി കട്ട് ചെയ്യാൻ ശ്രമിക്കാം. അതിന് ശേഷം ഞാൻ ഇവിടെ ഒരു മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു പിടി തേങ്ങ ഇട്ടുന്നുണ്ട്. ഇനി ഒരു 3 ചെറിയ ഉള്ളി, ഒരു 2 പച്ചമുളക്, എരിവിനനുസരിച്ചെടുക്കുക. പിന്നെ ഒരിത്തിരി കരിവേപ്പില, ഒരു തണ്ട് കരിവേപ്പില, ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഇവിടെ ഞാൻ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ് ചെറിയുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയുള്ളി ചെറിയൊരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതിലേക്ക് കരിവേപ്പില ഇടാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സ്പ്രിംഗ് ഓനിയൻ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. സ്പ്രിംഗ് ഓനിയൻ നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടി നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. അതിന് മുമ്പ് നമുക്കിതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇതിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങി വരാനുണ്ടാവും, അതുപോലെ തന്നെ നല്ല വേവും ഉണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങയുടെ മിശ്രിതം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ തേങ്ങയുടെ മിശ്രിതം ചേർത്തതിന് ശേഷം നമുക്ക് ഇത് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് തുറന്നതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിന് ശേഷം നമ്മൾ ഇതെല്ലാം കൂടെ ഒരു സൈഡിലേക്ക് നീക്കി വെച്ചതിന് ശേഷം അതിൻ്റെ നടുക്കായിട്ടൊരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് നമുക്ക് എല്ലായിടത്തേക്കും ഒന്ന് ചിക്കി യോജിപ്പിച്ചെടുക്കാം. കോഴിമുട്ടയും കൂടി ഇടുമ്പോൾ നമ്മളുടെ തോരന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഈ കോഴിമുട്ട എല്ലായിടത്തേക്കും ഒന്ന് നമുക്ക് ചിക്കി യോജിപ്പിച്ചെടുക്കാം. ലാസ്റ്റായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിത്തണ്ട് തോര ഇവിടെ റെഡി ആയിട്ടുണ്ട്.